ഹായ്. അപ്പോൾ 2.5 മാസത്തിന് ശേഷം നമ്മൾ ലാസ്റ്റ് ബ്രേക്ക് ഡൗണിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് ശേഷം ഇപ്പോൾ 2.5 മാസത്തോളമായി. 2.5 മാസത്തിന് ശേഷമാണ് നമ്മളെ വണ്ടി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസ് എക്സ്പീരിയൻസും എന്തൊക്കെ പാർട്സാണ് മാറ്റിയതെന്നുള്ളതും അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്കിവിടെ കാണാൻ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തൊക്കെ ഇഷ്യൂസാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഒലേൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സംഭവം നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നം എന്തായാലും അതിനുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക ഫീച്ചറുള്ളൊരു വണ്ടിയാണോ അല്ല. ഓക്കെ, അപ്പോൾ എൻ്റേത് കഴിഞ്ഞ നവംബർ 21 നവംബർ 21 കേട്ടോ. നവംബർ 21 വണ്ടി റണ്ണിങ്ങിൽ മോട്ടർ സ്റ്റക്കായി, മോട്ടർ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ആയിട്ട് വണ്ടി കേടാവുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് വണ്ടി ഡെലിവർ ആയത് ഫെബ്രുവരി 10. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര 2.5 മാസമായി. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മാറ്റിയിട്ടുള്ളത് ഇതിൻ്റെ മോട്ടറാണ്. എനിക്കിവിടെ കാണാം, പുതിയ മോട്ടർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 13 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. 40,000 രൂപയോളം വരുന്നുണ്ട് മോട്ടറിന്. അതാണ് ഫസ്റ്റ് മാറ്റിയിട്ടുള്ളത്. സെക്കൻഡ് ഇതിൻ്റെ HMI എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മാറ്റുന്നത്. ഓക്കെ, ആദ്യം ഒരു പ്രാവശ്യം മാറ്റി, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് HMI മാറ്റുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററീൻ്റെ ഉള്ളിൽ വരുന്ന BMS എന്ന് പറഞ്ഞ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ബോർഡാണ്, മദർ ബോർഡൊക്കെ പോലുള്ള അത്. അങ്ങനെ 3 സാധനങ്ങളാണ് മാറ്റിയത്. അപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഗ്യാരണ്ടിയിൽ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് ആ പൈസ കൊടുക്കേണ്ടതെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ 2.5 മാസമായി. 2.5 മാസത്തിനുള്ളിൽ കിട്ടിയെന്നുള്ളത് സമാധാനിക്കാവുന്നൊരു കാര്യമാണ് ഒലേനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഷോറൂമുകളും ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കയ്യിൽ വണ്ടി ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷോറൂമിലാണുള്ളത്. ഇതിലൂടെ കാണാം ടയർ വരെ ഇത്ര ആയിട്ടുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 8,000 കിലോമീറ്റർ ആയിരുന്നു ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ്. ടയേഴ്സ് രണ്ടും ഇത്ര റിമൈനിങ് ആണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ വണ്ടീൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വയനാട്ടിലുള്ള ഷോറൂമുകൾ 2ഉം പൂട്ടാൻ പോവാണ്. താമരശ്ശേരിയിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറയുന്നത് വയനാട്ടിലുള്ള കസ്റ്റമേഴ്സൊക്കെ. ഓക്കെ, നമ്മൾ 3 ഷോറൂമുകൾ തുറക്കാമെന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് വണ്ടി നമ്മളെ കൊണ്ട് അവർ വാങ്ങിപ്പിച്ചത്. 3 ഷോറൂമുകൾ വരും വയനാട്ടിൽ. 2 ഓൾറെഡി ഉണ്ട്. ഒന്ന് മാനന്തവാടിയിലും വരും. അങ്ങനെ ഉള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ബത്തേരി, കൽപ്പറ്റ ഓൾറെഡി ഉള്ള ഷോറൂമുകളും കൂടി പൂട്ടാൻ പോകും. ഷോറൂമല്ല, ആക്ച്വലി സർവീസ് സെൻറ്റർ. ഷോറൂം ഇവർ പിന്നെയും തുറക്കാന്നല്ലാണ്ട് പൂട്ടുന്ന ലക്ഷണമൊന്നുമില്ല. സർവീസ് സെൻറ്റേഴ്സാണ് ഇവർക്ക് പ്രശ്നം. കാരണം അതിലാണല്ലോ മെയിനായിട്ട് ഇവരുടെ കാര്യം വരുന്നത്. സെയിൽ ചെയ്യാൻ ഇവർ പക്ക സ്മാർട്ടാണ്. എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ സെയിൽസ് ടീം വളരെ പെർഫെക്റ്റാണ്. പക്ഷേ സർവീസ് ടീമാണ് സഫർ ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സർവീസ് സ്റ്റാഫിനെയും പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടി കേടാവുന്ന വണ്ടികൾക്ക് അനുസരിച്ചുള്ള സ്റ്റാഫുകളും കുറവാണ്. അവർക്ക് കിട്ടിയുള്ള ട്രെയിനിങ്ങും കുറവാണ്. ഇപ്പോൾ ഈ വണ്ടീൻ്റെ തന്നെ ഫസ്റ്റ് മോട്ടർ മാറ്റിയിട്ടപ്പോൾ ഇതിൻ്റെ ബോർഡ് പോയി. അങ്ങനെ ആ ബോർഡ് ഓർഡർ ചെയ്ത് അത് വന്ന്, അതിന് ശേഷം HMI പോയി. അങ്ങനെ HMI മാറ്റിയിട്ട് പിന്നെ BMS പോയി. BMS മാറ്റിയിട്ട് ലാസ്റ്റ് ഇപ്പോഴും 2.5 മാസത്തിന് ശേഷം അവർ 2-3 ദിവസം മുമ്പിട്ട് വിളിച്ചതാണ്. ഞാൻ ഡെലിവറി എടുക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാം പക്കയാണ്, സെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷേ ഇതിൻ്റെ ഓഡോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല, സ്പീഡോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്സ് ജാമായിരുന്നു. അതായത് നമ്മൾ റണ്ണിങ്ങിൽ ബ്രേക്ക് അപ്ലൈ ആവില്ല. കാരണം ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലേ. അപ്പോൾ അതിൻ്റെ പിസ്റ്റണ് റസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ ഞാൻ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അത് ഷോറൂമിൽ കൊടുത്താൽ എപ്പോഴൊന്നും കിട്ടലുണ്ടാവില്ല. ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ 1.5 കിലോമീറ്റർ കിട്ടുമായിരുന്നു ഒരു പേഴ്സൻറ്റേജിൽ. അതായത് 150 റേഞ്ച് കിട്ടുമായിരുന്നു. 4 കിലോവാട്ട് ബാറ്ററിയാണ്. S1 Pro Plus ആണ് മോഡൽ. അതിപ്പം സർവീസ് കഴിഞ്ഞതിന് ശേഷം, ഈ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആകെ 1 കിലോമീറ്റർ പോലും കിട്ടുന്നില്ല. അതായത് ഒരു പേഴ്സൻറ്റേജിൽ 1 കിലോമീറ്റർ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇവരുടെ അവസ്ഥ. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്തതിനെക്കാട്ടും കൂടുതൽ പ്രശ്നമായിട്ടാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ മൊബൈൽ ചാർജിങ് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ സ്ക്രാച്ചസ് ഉണ്ട്, കാണിച്ചു തരാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രാച്ചസ് ആണ്. ഇവിടെ ഒരു സ്ക്രാച്ച് കാണാം. അതേപോലെ
മൈനർ സ്ക്രാച്ചസ് കുറേ ഉണ്ട്, അത് ക്യാമറയിൽ കാണൂല. അതേപോലെ ഇതാ ഇവിടെ സ്ക്രാച്ച്, പിന്നെ ഇവിടെ കണ്ടോ ക്ലിപ്പിങ്, ഇതൊന്നും ഇട്ടത് റെഡി ആയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ക്ലിപ്പിംഗ് ഒന്നും അവർ ഫിറ്റ് ചെയ്തത് പ്രോപ്പർ ആയിട്ടില്ല. പിന്നെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ HMI മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കയറ്റുക എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ 8000 സംതിങ് ആയിരുന്നു കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ അവർ ചെയ്യാണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി 211 കാണിക്കുന്നത്. ആ 211 തെറ്റാണ്. കാരണം ഓഡോമീറ്റർ റീഡിങ് കൂടുതലാണ്. അതായത് ഞാൻ ഒരു 10 കിലോമീറ്റേഴ്സ് ഓടുമ്പോൾ അതൊരു 13 കിലോമീറ്റേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ സ്പീഡും നമ്മളൊരു 40 സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു 60-65 ആണ് കൺസോളിൽ കാണിക്കുന്നത്. അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ആകെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു വണ്ടി എന്തായത് മോട്ടറൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്ത് ഒരു 1000-1500 കിലോമീറ്റർ ഓടിപ്പോയിരുന്നു മോട്ടറൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മോട്ടറും MCUം എല്ലാം കൂടി റീപ്ലേസ് ചെയ്തപ്പോൾ പഴയ അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പഴയ അപ്ഡേറ്റ്. ഇതിൽ നമുക്ക് ബ്രേക്ക് ബൈ വയറും അഡ്വാൻസ്ഡ് റീജിയനും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. പക്ഷേ കഴിഞ്ഞ അതിലത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കണ്ടോ ഇപ്പോൾ 5.6 ആണുള്ളത് വെർഷൻ. ഈ 5.6 വെർഷന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആകെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് റേഞ്ച് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജൂൺ 19 വണ്ടി ഡെലിവർ ആയത്. അതായത് ഓൾമോസ്റ്റ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇപ്പോൾ 7-8 മാസമായി. അതിൽ ആ ഒരു 3 മാസമാണ് ഞാൻ വണ്ടി ഉപയോഗിച്ചത്. ബാക്കി കംപ്ലീറ്റ് സർവീസ് സെൻറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗെറ്റ് സപ്പോർട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരു സപ്പോർട്ടും കിട്ടില്ല. ഒരു നമ്മൾ വണ്ടി കൊടുത്തെങ്ങനെയാണ് അത് മാക്സിമം അലങ്കോലായിട്ടാണ് ഷോറൂമിൽ തിരിച്ചിട്ട്. സീറ്റൊക്കെ ഫുള്ള് ഡാമേജ് ആയിരുന്നു. ഇതൊക്കെ വാഷ് ചെയ്യാൻ കൊടുത്ത് ക്ലീൻ ആക്കിയതാണ്. ഇതില്ലേ ഉള്ളിൽ കാണാം മോട്ടറൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ വണ്ടി യൂസ് ചെയ്യേണ്ട സമയത്തൊന്നും വണ്ടി യൂസ് ചെയ്യാൻ കയ്യിലുണ്ടാവില്ല. പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്തായിരിക്കും ബ്രേക്ക് ഡൗൺ ആവുക. അപ്പം വളരെ അൺസർട്ടൈനാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ എല്ലാ ഇലക്ട്രിക്കിനും ഞാൻ പറയുന്നില്ല, പക്ഷേ ഓലേൻ്റെ അവസ്ഥ പരിതാപകരമാണ്. എടുത്ത എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. 90% ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ജനറേഷൻ ഓല യൂസ് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പറയുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം വണ്ടി എടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. അപ്പം എടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നോക്കിയും കണ്ടൊക്കെ എടുക്കുക. വണ്ടി ഭയങ്കര ലുക്കാണ്. ഇത്രയും ലുക്കുള്ള വേറൊരു സ്കൂട്ടർ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, പല ആൾക്കാരും അത് കണ്ടിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പവറും ഭയങ്കര പവറാണ്, രക്ഷയില്ലാത്ത പവറാണ്. പക്ഷേ അതൊക്കെ കണ്ട് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരരുത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓലേൻ്റെ റിലേറ്റഡ് കണ്ടൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.